ശ്രീമന്നാരായണീയം ദശകം 5 വിരാട് പുരുഷോൽപത്തി. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്ലോകം 10. അണ്ഡം തത്ഖലു പൂർവസൃഷ്ടസലിലേ തിഷ്ഠത്സഹസ്രം സമാ നിർഭിന്ദൽനകൃതാച്ചതുർദശ ജഗദ്രൂപം വിരാടാഹ്വയം. സാഹസ്രൈകരപാദമൂർധനിവഹൈർ നിശേഷജീവാത്മകോ നിർബാധോസി മരുത്പുരാധിപസമാം ത്രായസ്വ സർവാമയാത്. ഭൂതസമൂഹങ്ങളും ഇന്ദ്രിയ സമൂഹങ്ങളും ദേവന്മാരും ഒക്കെ ഉണ്ടായെങ്കിലും ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ ഇവയ്ക്കൊന്നും കഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ ദേവന്മാർ ഭഗവാനെ വളരെയധികം ഭഗവാന്റെ ഗുണഗണങ്ങളെല്ലാം വാഴ്ത്തി സ്തുതിച്ചു. ഭഗവാൻ അപ്പോൾ ഈ ഭൂതാദി തത്വങ്ങളിലേക്കെല്ലാം കടന്നു കൂടിയിട്ട് അവയെ എല്ലാം പ്രവർത്തിക്കുവാനുള്ള ഒരു ശക്തി അവയിലേക്ക് ഉണർത്തിവിട്ട് എല്ലാം കൂടെ കൂട്ടിയിണക്കി സ്വർണമയമായിട്ടുള്ള ഒരു അണ്ഡത്തെ നിർമ്മിച്ചു എന്ന് നമ്മൾ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കി. പൂർവസൃഷ്ടസലിലെ ആദ്യ സൃഷ്ടിയായ കാരണജലത്തിൽ സഹസ്രം സമാ തിഷ്ഠത് ഖലു 1000 സംവത്സരം മുഴുവനും അങ്ങനെ കിടന്ന ആ അണ്ഡത്തെ തന്നെ ആദ്യമായിട്ടുണ്ടായിട്ടുള്ള ആ കാരണജലത്തിൽ ആ ജലത്തിൽ ഈ അണ്ഡം സ്വർണമയമായിട്ടുള്ള ഈ അണ്ഡം 1000 സംവത്സരം മുഴുവനും കിടന്നു. അതിനുശേഷം ആ അണ്ഡത്തെ തന്നെ ഭഗവാൻ നിർഭിന്ദൻ നിശേഷം വിഭജിച്ച് ചതുർദശ ജഗത് രൂപം 14 ലോകങ്ങളായിട്ടുള്ളതും വിരാടാഹ്വയം വിരാട് എന്ന പേരുള്ളതും അകൃത ആക്കി തീർത്തു. അതിനുശേഷം 1000 സംവത്സരം ഈ ജലത്തിൽ കിടന്ന ഈ അണ്ഡത്തെ 14 ലോകങ്ങളായിട്ട് വിഭജിച്ചു വിരാട് എന്ന പേരുള്ളതുമാക്കി തീർത്തു. നിശേഷ ജീവാത്മക എല്ലാ ജീവികളുമായി തീർന്ന് സമസ്ത ജീവികളുമായി തീർന്ന് വിരാട് രൂപനായിട്ട് സാഹസ്രൈ കരപാദമൂർധനിവഹൈ അവിടുന്ന് ഭഗവാൻ 1000കണക്കിന് കൈകാലുകളും ശിരസ്സുകളും ഉള്ളവനായിട്ട് നിർബാധ അസി നന്നായി വിളങ്ങി. ഈ വിരാട് രൂപമായി മാറിക്കഴിഞ്ഞപ്പോൾ എല്ലാ ജീവികളും ഒന്നായി ചേർന്നിരിക്കുകയാണ് ആ വിരാട് രൂപത്തിൽ. ആ രൂപത്തിന് 1000കണക്കിന് കൈകാലുകളും ശിരസ്സുകളും ഉണ്ടായി. അങ്ങനെ ഭഗവാൻ വിരാട് സ്വരൂപനായിട്ട് നിന്ന് വിളങ്ങി. മരുത്പുരാധിപ ഗുരുവായൂരപ്പ സമാ അപ്രകാരമുള്ള അവിടുന്ന് എൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും മാം എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും സർവാമയാത് എല്ലാ രോഗങ്ങളിൽ നിന്നും ത്രായസ്വ രക്ഷിച്ചരുളേണമേ. അങ്ങനെ വിരാട് സ്വരൂപനായി വിളങ്ങി നിന്ന ആ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിച്ചരുളേണമേ, എൻ്റെ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരേണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ ദശകം തീരുന്നത്. അപ്പോൾ ആദ്യം സൃഷ്ടിച്ച ആ കാരണജലത്തിൽ 1000 വർഷം കിടന്ന ആ അണ്ഡം ഭേദിച്ച് 14 ലോകങ്ങളാക്കി. അതിന് വിരാട് എന്ന് പേര്. അത് സമസ്ത ജീവികളുമായി തീർന്ന് വിരാട് രൂപമായിട്ട് മാറി. 1000കണക്കിന് കൈകാലുകളും ശിരസ്സുകളുമായിട്ട് നിന്ന് വിളങ്ങി ഭഗവാൻ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ
എൻ്റെ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ മേൽപ്പത്തൂര്. വൈദികമായ പുരുഷ സൂക്തത്തിലെ സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് ആ ഭാഗമാണ് ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ആദ്യം ജലമാണ് സൃഷ്ടിച്ചത്. അതിലാണ് ഈ ബ്രഹ്മാണ്ഡ രൂപനായിട്ടുള്ള വിരാട് പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം.